എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രാചീന ആയോധന കലകളെ കുറിച്ചുള്ള വിവരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പോരാട്ട സമ്പ്രദായങ്ങളെ ഭാരതീയ ആയോധന കലകൾ എന്ന് വിളിക്കപ്പെടുന്നു. പ്രനുർവേദത്തിൽ ആയോധന കലകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ബോക്സിംഗ്, മല്ലയുദ്ധം, രഥയോട്ടം, കുതിരസവാരി, അമ്പെയ്ത്ത് തുടങ്ങിയ പല വിഭാഗങ്ങളിലും സൈന്യത്തിൽ പരിശീലനം നൽകിയിരുന്നു. CE 1-ാം നൂറ്റാണ്ടിൽ ക്ഷത്രിയ വിഭാഗക്കാർ മാത്രമായിരുന്നു ആയോധന കലകൾ അഭ്യസിച്ചിരുന്നതെങ്കിലും CE 8-ാം നൂറ്റാണ്ടിൽ ഇതര ജാതി വർഗങ്ങളും ശാസ്ത്രീയമായി തന്നെ ആയോധന കലകൾ അഭ്യസിക്കാൻ ആരംഭിച്ചു. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിവിധ രാജ്യങ്ങളിലെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഖിലാഫത്ത് വ്യാപനം തടയുന്നതിനും സഹായിച്ചു. ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ആയോധന കലകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് നമ്മുടെ സ്വന്തം കളരിപ്പയറ്റാണ്. ഇന്നും നിലനിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആയോധന കലയാണിത്. കേരളത്തിൽ ഉത്ഭവിച്ച ഈ ആയോധന കലയുടെ സൃഷ്ടാവ് പരശുരാമനാണെന്ന് വിശ്വസിക്കുന്നു. വടക്കൻ ശൈലി, തെക്കൻ ശൈലി എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ നിലവിലുണ്ട്. മർമ്മശാസ്ത്രം, വാൾപ്പയറ്റ്, കുന്തം, ഗദ്വയുദ്ധം, ഗുസ്തി എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ പരിശീലനം നൽകിയിരുന്നു. 107 മർമ്മങ്ങളെക്കുറിച്ചും അവയുപയോഗിച്ച് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നതിനെ കുറിച്ചും കളരിപ്പയറ്റിൽ പരിശീലനം നൽകുന്നുണ്ട്. പല ആയോധന കലകളുടെയും ഉത്ഭവം കളരിപ്പയറ്റിൽ നിന്നാണ്. കളരിപ്പയറ്റും ആയുർവേദ ചികിത്സാ സമ്പ്രദായവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ചൈനീസ് ആയോധന കലയായ കുങ്ഫു കളരിപ്പയറ്റിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചിലമ്പം അല്ലെങ്കിൽ സിലമ്പമാണ്. കളരിപ്പയറ്റിലെ തെക്കൻ ശൈലിയും ചിലമ്പും ഒരേ വേരിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് അനുമാനിക്കുന്നു. രണ്ട് ശൈലികളിലെയും പരിശീലകർ അഗസ്ത്യമുനിയെ സൃഷ്ടാവായി ആരാധിച്ചു വരുന്നു. അഗസ്ത്യമുനി രചിച്ചുവെന്ന് വിശ്വസിക്കുന്ന അഗസ്ത്യർ കമ്പസൂത്രം ചിലമ്പം സംബന്ധിച്ച ഏറ്റവും പുരാതന ഗ്രന്ഥമാണ്. ചിലമ്പാട്ടത്തിലെ ചില രംഗങ്ങൾ പാണ്ടിപ്പട എന്ന സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. പോരാട്ടത്തിനും സ്വയം പ്രതിരോധത്തിനുമായി ഒരു നീണ്ട വടിയെ ഉപയോഗിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളും രീതികളും ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നതാണ് ചിലമ്പ്. ഒരു കാലത്ത് തമിഴ്നാട്ടിലെ ജീവിതശൈലിയുടെ ഭാഗമായിരുന്നു ചിലമ്പ്. ദ്രാവിഡ സംസ്കാരത്തിന്റെ അഭിമാന കലയാണ് ചിലമ്പെന്ന സിലമ്പാട്ടം. ആന്ധ്രയിൽ നിന്നും ഉത്ഭവിച്ച പുരാതനവും ചരിത്രപരവുമായ ആയോധന കലയാണ് കതിസാമു. ആന്ധ്രയിലെ സൈന്യങ്ങൾ പ്രാവീണ്യം നേടിയ വാളുകൾ കൊണ്ട് പോരാടുന്ന ഒരു ആയോധന കലയാണ് കതിസാമു. പുരാതന സാമ്രാജ്യങ്ങളിലെ രാജാക്കന്മാരും സൈനികരും യുദ്ധ ആവശ്യത്തിനു വേണ്ടി കതിസാമു പരിശീലിച്ചിരുന്നു. ഗവേഷണ പ്രകാരം ഈ ആയോധന കലയ്ക്ക് 7000 വർഷത്തെ പഴക്കം നിർണയിക്കുന്നുണ്ട്. കതിസാമുവിന്റെ വിവിധ പതിപ്പുകൾ ചൈന, ജപ്പാൻ, ഗ്രീസ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ വിവിധ പേരുകളിൽ അഭ്യസിച്ചു വന്നിരുന്നു. ഇന്ന് അന്യം നിന്നു പോകുന്ന ഈ ആയോധന കലയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്ധ്ര സർക്കാർ. അടുത്ത ആയോധന കലയാണ് ഗഡ്ക. പഞ്ചാബിലെ സിഖുകാരുമായും അനുബന്ധ വംശീയ വിഭാഗങ്ങളുമായും ബന്ധപ്പെട്ട ആയോധന കലാരൂപമാണിത്. വാളുകളെ അനുകരിച്ചുള്ള വടികളാണ് പ്രധാന ആയുധം. 15-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ പഞ്ചാബിലും പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലുമാണ് ഗഡ്ക ഉത്ഭവിച്ചത്. ഉണങ്ങിയ തുകലും പരുത്തി, പുല്ല് എന്നിവ കൊണ്ട് നിർമ്മിച്ച പരിചയും ഇതിൽ ഉപയോഗിച്ചു വരുന്നു. സ്കോട്ട്ലൻഡിൽ സൈനികർക്ക് പരിശീലനം നൽകുന്നതിന് ഗഡ്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1982-ൽ ഇന്റർനാഷണൽ ഗഡ്ക ഫെഡറേഷൻ ഈ ആയോധന കലയുടെ വ്യാപനത്തിനും ഉയർച്ചയ്ക്കും സ്ഥാപിച്ചതാണ്.
ഗട്ക ഇന്ന് വാൾ നൃത്തകലയായി സിഖ് ഉത്സവങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 2021 ഗട്കയും കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി. സിഖ് ഇതര സമുദായങ്ങളായ കനോലി, ഗുജ്ജർ എന്നീ വിഭാഗങ്ങൾ ഇന്നും പഞ്ചാബിലും പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലും ഗട്ക അഭ്യസിച്ചു വരുന്നു. ഭാരതീയ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ഉത്ഭവിച്ച മറ്റൊരു ആയോധന കലയാണ് മുസ്തിയുദ്ധ്. വാരണാസിയിൽ നിന്നുമാണ് നിരായുധമായ ഈ ആയോധന കല ശക്തി പ്രാപിച്ചത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കം ചെന്ന ആയോധന കലയാണിത്. പഞ്ച്, എൽബോ സ്ട്രൈക്കുകൾ എന്നിവയാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഋഗ്വേദത്തിലും രാമായണത്തിലും ഈ പോരാട്ട രീതി പരാമർശിച്ചിട്ടുണ്ട്. 1860-ൽ പാശ്ചാത്യ ബോക്സിംഗ് രീതിയുടെ കടന്നുവരവോടുകൂടി മുസ്തിയുദ്ധയുടെ ജനപ്രീതിയിൽ ഇടിവുണ്ടായി. കൈകളുടെയും മുഷ്ടിയുടെയും കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനത്തിൽ പാറകൾ, മരക്കൊമ്പുകൾ, ഇഷ്ടികകൾ തുടങ്ങിയവയിൽ പഞ്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നു. മൃഗീയ ശക്തിയും തീവ്രമായ ശ്രദ്ധയും ആവശ്യമുള്ള ഒരു ആയോധന കലയാണ് മുസ്തിയുദ്ധ്. വാളിന്റെയും കുന്തത്തിന്റെയും കല എന്നറിയപ്പെടുന്ന മണിപ്പൂരിന്റെ ആയോധന കലയാണ് താങ്ട. മണിപ്പൂരിന്റെ മഹത്തായ വീര പാരമ്പര്യത്തിന്റെ ഭാഗമായ താങ്ടയിൽ വാൾ, കുന്തം, കടാര എന്നിവയുടെ ഉപയോഗം പരിശീലിപ്പിക്കുന്നു. താങ്ടയുടെ ശരിയായ പേര് ഹ്യുയേൻ ലാലോങ് എന്നാണ്. സുരക്ഷിത സംരക്ഷണ രീതി എന്നാണ് ഇതിന്റെ അർത്ഥം. പോരാട്ട വൈദഗ്ധ്യം മാത്രമല്ല, ശ്വസന രീതികൾ, ധ്യാനങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഭൗതിക സംസ്കാരത്തിന്റെ വിപുലമായ പരിശീലനം താങ്ടയിൽ നൽകുന്നുണ്ട്. 1762-ലെ ബർമീസ് അധിനിവേശത്തിൽ മണിപ്പൂരിലെ അന്നത്തെ ഭാഗ്യചന്ദ്ര രാജാവ് താങ്ടയിലെ കുന്തം ഉപയോഗിച്ചുള്ള യുദ്ധരീതി പിന്തുടരുകയും വിജയിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. തെറ്റായ ചുവടുവെപ്പുകൾ ശാരീരിക പരിക്കുകൾക്ക് കാരണമാകുന്നുവെന്ന് പരിശീലകർ പറയുന്നു. നൂറുകണക്കിന് വ്യത്യസ്തതരം വാൾപ്പയറ്റ് രീതികൾ താങ്ടയിൽ പരിശീലിപ്പിക്കുന്നു. താങ്ടയുടെ പ്രശസ്തി തിരികെ പിടിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കാശ്മീരിൽ നിന്നുള്ള ആയോധന കലയാണ് സ്ക്വായി. വാളും പരിചയം ഉപയോഗിച്ചാണ് ഈ ദക്ഷിണേന്ത്യൻ ആയോധന കലയിൽ പോരാടുന്നത്. കൂടാതെ കിക്കുകൾ, പഞ്ചുകൾ, വിവിധ ശാരീരിക പൂട്ടുകൾ, ഒറ്റക്കൈ, ഇരുകൈ വാൾപ്രയോഗം എന്നിവയും ഇതിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. BCI 4012 മുൻപ് സ്ക്വായി ഉത്ഭവിച്ചതായി കണക്കാക്കുന്നു. BCE 3905 ശേഷം ദിയാദേവ് രാജാവ് സൈനികർക്ക് സ്ക്വായി പരിശീലനം നൽകിയിരുന്നതായി രേഖകളിലുണ്ട്. കാശ്മീർ രാജാവായിരുന്ന പുരൻകരൻ സൈനികർക്ക് സ്ക്വായി പരിശീലനം നിർബന്ധിതമാക്കുകയും കൂടുതൽ ജനകീയത കൊണ്ടുവരികയും ചെയ്തു. CE 1300 മുതൽ 1800 വരെയുള്ള മുസ്ലിം ഭരണത്തിൽ സ്ക്വായുടെ തനത് പാരമ്പര്യത്തിൽ മാറ്റം വന്നു. 1800-കളിൽ ജനപ്രീതി കുറയുകയും ക്രമേണ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇന്നും ഈ ആയോധന കലയെ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ അഭ്യസിച്ചു വരുന്നുണ്ട്. കിഴക്കൻ ഭാരതത്തിലെ ഒഡീഷ മേഖലയിലെ കർഷകരും പശുപാലകരും പരിശീലിച്ചിരുന്ന ആയോധന കലയാണ് പൈഗ അഖാഡെ. പ്രാചീന കാലത്തെ രാജാക്കന്മാരുടെ കാലാൾപ്പടിയുടെ ഭാഗമായിരുന്നു ഇവർ. വാള്, വടി, മറ്റു ആയുധങ്ങളുടെ ഉപയോഗവും പരമ്പരാഗത ശാരീരിക വ്യായാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. പുരാതന കലിംഗ സാമ്രാജ്യത്തിലെ ഖരവേൽ, ഗജപതി രാജവംശം എന്നിവർ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് പൈഗയെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അക്കാലത്ത് ഇന്തോനേഷ്യ വരെ പൈഗയുടെ പ്രശസ്തി വളർന്നു. പൈഗയുടെ ശക്തി കാരണം മുസ്ലിം അധിനിവേശം വരെ അക്കാലത്ത് തടയപ്പെട്ടു. 19-ാം നൂറ്റാണ്ടു മുതൽ കൊളോണിയൽ അധിനിവേശം പൈഗയ്ക്ക് അന്നുള്ള പ്രശസ്തിയും ജനപ്രീതിയും കുറയാൻ ഇടയാക്കി. ഈ ആയോധന കലയുടെ തിരിച്ചുവരവിനായി ഒഡീഷ സർക്കാർ ഗജപതി ജില്ലയിൽ പൈഗ അക്കാദമി സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ കലിംഗ മഹോത്സവ പോലെയുള്ള ഉത്സവങ്ങളിൽ ഈ ആയോധന കല അവതരിച്ചു വരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.
SAD FC, where learning begins.